പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിനെ നന്നായി ആദരിക്കണം, നന്നായി ബഹുമാനിക്കണം. റമളാനിനെ ആദരിക്കാതിരുന്നാൽ, റമളാനിനെ ബഹുമാനിക്കാതിരുന്നാൽ ഈ വിശുദ്ധ റമളാൻ മാസം ബാക്കിയുള്ള മാസം പോലെയല്ല. ഈ മാസത്തിന് അല്ലാഹു തആല ശഫാഅത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ വിശുദ്ധ റമളാൻ മാസത്തിന് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ കാന യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഇങ്ങനെ, ബൈനമാ അന വാഖിഫുൻ ഇൻദൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസിന്റെ ചാരത്ത് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, മുത്തുനബി തങ്ങൾ പറയാൻ, ആളുകളുടെ നന്മയും തിന്മയും ഒക്കെ തൂക്കുന്നത് അവന് നന്മയാണോ കൂടുതലുള്ളത്? ദുനിയാവിൽ ഒരുപാട് മഹബത്ത് പറഞ്ഞ് നടന്നവനാണ്, ദുനിയാവിൽ ഒരുപാട് ഇഷ്ക് പറഞ്ഞ് നടന്നവനാണ്, ദുനിയാവിൽ ഒരുപാട് 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 മദ്ഹുകൾ പാടി എഴുതി നടന്ന ഒരു മനുഷ്യനാണ്. നോക്കട്ടെ, അവന് നന്മയാണോ കൂടുതല് അതോ തിന്മയാണോ കൂടുതല്? നോക്കാൻ വേണ്ടി പൊന്നാര മുത്തുനബി തങ്ങള് ആ മീസാൻ എന്ന തുലാസിന്റെ ചാരത്ത് നിൽക്കുമ്പോ, ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അതേ അവിടേക്ക് കൊണ്ടുവരപ്പെടുന്നു. വൽ മലായികതു യളിബൂനഹു വജ്ഹൻ വദുബറാ, അല്ലാഹുവിന്റെ മാലാക്കമാര് ആ ചെറുപ്പക്കാരന്റെ മുഖത്തും അവന്റെ പിന്നിലും ഇങ്ങനെ വല്ലാണ്ട് അടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ആ ചെറുപ്പക്കാരന്റെ മുഖവും അവന്റെ പിൻഭാഗവും വല്ലാണ്ട് അടിച്ച് ശരിപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. കഠിനമായ രീതിയിൽ പ്രഹരിച്ചുകൊണ്ടാണ് മലക്കുകൾ ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോകുന്നത്. ഫയതഅല്ലഖു ബി, എന്നെ കാണുമ്പോ ആ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുകയാണ്. വയഖൂലു, വിളിച്ചു പറയും, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ, അൽ മുസ്തഗാസ്, അൽ മുസ്തഗാസു ബിക, തങ്ങളെ, തങ്ങളോട് ഞാൻ സഹായം ചോദിക്കുന്നു, തങ്ങളെ എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ, എന്നെയൊന്ന് സഹായിക്കുമോ തങ്ങളെ? ഫഅഖൂലു, ആ സമയത്ത് ഞാൻ ചോദിക്കും, യാ മലായികത റബ്ബി മാ ദംബുഹു, എന്തിനാ മലക്കുകളെ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇട്ട് പ്രഹരിക്കുന്നത്, ഇങ്ങനെ കഠിനമായി ദ്രോഹിക്കുന്നത്? എന്തേ ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് എന്ന് പൊന്നാര മുത്തുനബി തങ്ങള്, കാരുണ്യത്തിന്റെ കടലായ മുത്തുനബി തങ്ങള് മലക്കുകളോട് ചോദിക്കുമ്പോ, ഫയഖൂലൂന, അതേ മലക്കുകൾ പറയും, അദ്റക ശഹ്റു റമളാൻ, ഈ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് പരിശുദ്ധ റമളാൻ മാസം കടന്നു ചെന്ന്, ഫഅസല്ലാഹ ഫീഹി, ആ റമളാൻ മാസത്തിൽ ആ ചെറുപ്പക്കാരൻ റമളാനിനെ ആദരിക്കാതെ, റമളാനിനെ ബഹുമാനിക്കാതെ, ഇത് റമളാൻ മാസമാണല്ലോ എന്ന ബോധം പോലുമില്ലാതെ ആ വിശുദ്ധ റമളാൻ മാസത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, ആ റമളാൻ മാസത്തിൽ തോന്നിയവാസിയായി നടന്നുപോയി. ഫലം യതുബ്, ആ ചെറുപ്പക്കാരൻ എന്നിട്ട് തൗബ ചെയ്തില്ല. ഫഅഖദഹുല്ലാഹു ഫുജ്അതൻ, അങ്ങനെ തൗബ ചെയ്യുന്നതിന് മുന്നേ അല്ലാഹു തആല അവനെ അങ്ങ് മരിപ്പിച്ചു. പെട്ടെന്നൊരു മരണം അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, തെറ്റുകൾ അതേ മനുഷ്യ സഹജമാണ്. ഏതു മനുഷ്യരും തെറ്റുകൾ ചെയ്യും. തെറ്റുകൾ ചെയ്തിട്ട് തെറ്റിൽ നിന്നുള്ള അതേ കുറ്റബോധം മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ട് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത്. നാളെ മാറാം, നാളെ ചേഞ്ച് ചെയ്യാം, നാളെയാകട്ടെ എന്നൊന്നും കരുതിയിരുന്നുകൂടാ. എപ്പോഴാണ് ഖാബിദുൽ മൗത്ത് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ നാടുകളിൽ, മഹല്ലുകളിൽ എത്രയെത്ര ചെറുപ്പക്കാരാ മരണപ്പെട്ടു പോയത്.
പോയത്. ഉറങ്ങിക്കിടന്നു. രാവിലെ ഉണർത്താൻ വേണ്ടി ഭാര്യ തട്ടി നോക്കുമ്പോ മരിച്ചു കിടക്കുന്നു. തൊട്ടടുത്ത റൂമിൽ ഉമ്മ ഇരിക്കുന്നു. ഇങ്ങേ റൂമിൽ കിടന്നുറങ്ങിയ മകൻ താഴെ വീണ് മരിച്ചു കിടക്കുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു തെറ്റും നാളത്തേക്ക് മാറ്റിവെക്കരുത്. 27-ാം രാവ് വരട്ടെ, 29-ാം രാവ് വരട്ടെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി വരട്ടെ, അന്നേരം ഞാൻ തൗബ ചെയ്യാം എന്ന് കരുതിയിട്ട് തൗബയെ നാളത്തേക്ക് മാറ്റിവെക്കരുതേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ മനുഷ്യൻ തൗബ ചെയ്തില്ല, ഈ ചെറുപ്പക്കാരൻ അവൻ തൗബ ചെയ്തില്ല, അവൻ കുറ്റത്തിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് മാറി നിന്നില്ല, വീണ്ടും വീണ്ടും തെറ്റിങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഫഅഖദഹുല്ലാഹു ഫുജ്അതൻ, പെട്ടെന്ന് അവന് മരണം പിടിപെട്ടു. അങ്ങനെ ഫഅഖൂലു, ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കൂ, ഹൽ ഖറഅതൽ ഖുർആൻ, മോനെ നീ ഖുർആൻ പഠിച്ചായിരുന്നോടാ? മോനെ നീ മദ്രസയിൽ പോയിരുന്നോ? നീ ഖുർആൻ ഓതി പഠിച്ചിരുന്നോ? ഫയഖൂലു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തഅല്ലംതുഹു വനസീതുഹു, അതേ മുത്തു നബിയെ, ഞാൻ ഖുർആൻ ഓതി പഠിച്ചിരുന്നു, പക്ഷെ അതൊക്കെയും ഞാൻ മറന്നുപോയിരുന്നു. ഖുർആനൊക്കെ ഓതി പഠിച്ചു നബിയെ, പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, ബിഇസ്സശാബ്, ബിഇസ്സശാബ്, അതേ മോനെ നീ വളരെ മോശമായി പോയല്ലോടാ, നിന്റെ അവസ്ഥ വളരെ മോശമായി പോയല്ലോടാ. ഖുർആൻ പഠിച്ചിട്ടത് മറന്നുപോയല്ലോ, ഖുർആൻ അനുസരിക്കാതെ, ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ അനുസരിക്കാതെ നീ ജീവിച്ചു പോയല്ലോ, വളരെ മോശമായി പോയി. പൊന്നാര മുത്തുനബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫലാ ഹുവ യത്റുകുനി വലൽ മലായികതു യത്റുകൂനഹു സുമ്മ അശ്ഫഉ ലഹു മിനല്ലാഹി തആല. പിന്നെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, പിന്നെ ഞാൻ അല്ലാഹുവിനോട് ശഫാഅത്തിനെ തേടും ഈ ചെറുപ്പക്കാരന് വേണ്ടി. ഫഅഖൂലു, ഞാൻ ചോദിക്കും, ഇലാഹി പടച്ചവനെ, ശാബും മിൻ ഉമ്മത്തി, റബ്ബേ അവൻ തെറ്റുകൾ ചെയ്തു, തോന്നിവാസിയാണ്, ശരിയാണ്, പടച്ച റബ്ബേ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരനല്ലേ റബ്ബേ, അതുകൊണ്ട് ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ റബ്ബേ, ഒന്ന് പുറത്തു കൊടുത്തൂടെ റബ്ബേ, ഒന്ന് നിർത്തിക്കൂടെ റബ്ബേ. ഈ ഒരു ശിക്ഷാ നടപടികൾ റബ്ബിനോട് പൊന്നാര മുത്തുനബി തങ്ങൾ ആവശ്യപ്പെടുമ്പോ ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു തആല മുത്തുനബിയെ വിളിച്ചിട്ട് പറയും, നബിയെ തങ്ങൾ പറഞ്ഞാ പിന്നെ ഏതെങ്കിലും കാര്യം ഞാൻ കേൾക്കാതിരിക്കുമോ? തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്ന ഒരാളെ ഞാൻ ശിക്ഷിക്കുമോ നബിയെ? ഇല്ലല്ലോ. പക്ഷേ ഈ ചെറുപ്പക്കാരന് ഇന്നലഹു ഖസ്മൻ ഖവിയൻ യാ അഹ്മദു, ഓ മുഹമ്മദ് നബിയെ, ഈ ചെറുപ്പക്കാരന് വേറെ ഒരാള് പ്രതിയായി, വാദിയായി നിൽക്കുന്നുണ്ട്. വേറെ ഒരാൾ ഈ ചെറുപ്പക്കാരനെതിരെ ശക്തമായ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനെതിരെ വേറെ ഒരാൾ, ഒരു ശക്തനായ എതിരാളി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, വമൻ ഖസ്മുഹു യാ റബ്ബ്, പടച്ചവനെ ആരാണ് ആ വാദി, ആരാണ് ഈ ചെറുപ്പക്കാരന് എതിരെ കേസ് കൊടുത്തിരിക്കുന്ന, ഈ ചെറുപ്പക്കാരനെതിരെ നിന്റെ അടുക്കൽ പരാതി പറഞ്ഞിരിക്കുന്ന ആള് ആരാണ്? ഞാനൊന്നു പോയി തൃപ്തിപ്പെടുത്താം റബ്ബേ, ഒന്ന് പറഞ്ഞതാ റബ്ബേ. മുത്തുനബി തങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു തആല പറയും, ഖസ്മുഹു ശഹ്റു റമളാൻ, ആ ചെറുപ്പക്കാരന്റെ എതിരാളി ആരാണ്? റമളാൻ മാസമാണ്. ആരാണ് എതിരാളി? റമളാൻ മാസമാണ്. മുത്തുനബിയെ ആ ചെറുപ്പക്കാരനിലേക്ക് ആ റമളാൻ കടന്നു ചെന്നപ്പോ അവൻ ആ റമളാനിനെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. അവൻ തോന്നിയവാസിയായി തുടർന്നു കൊണ്ട് കഴിഞ്ഞു. അവൻ നിസ്കാരം മുടക്കി, നോമ്പെടുത്തില്ല, പകല് തിന്നും കുടിച്ചും നടന്നു. അവൻ നിസ്കാരത്തിന്റെ ബാങ്ക് കേട്ടിട്ട് പോലും റമളാനിനെ ഒന്ന് ആദരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറാൻ അവന്റെ മനസ്സ് തോന്നിയില്ല. ഒന്ന് നോമ്പെടുക്കാൻ അവന്റെ മനസ്സനുവദിച്ചില്ല. പരസ്യമായി തിന്നും കുടിച്ചും സിഗരറ്റ് വലിച്ചും അവൻ നടന്നവനാണ്.
അതേ റമളാൻ അതുകൊണ്ട് അവനെതിരെ പരാതി തന്നിരിക്കുകയാണ്. ഫഅഖൂലു മുത്തുനബി തങ്ങൾ പറയുകയാണ്, അന ബരീഉൻ മിമ്മൻ ഖസമുഹു ശഹ്റു റമളാൻ. പടച്ച റബ്ബേ, റമളാൻ മാസം എതിരായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ ചെറുപ്പക്കാരനെ തൊട്ട് ഞാനും ഒഴിവാകുന്നു റബ്ബേ. ഞാനില്ല റെക്കമെൻഡ് ചെയ്യാൻ ഞാനില്ല. റമളാനെതിരായി നിൽക്കുന്ന, റമളാൻ തർക്കിക്കുന്ന ഏതൊരു മനുഷ്യനെതിരെയാണോ റമളാൻ കേസ് കൊടുത്തിരിക്കുന്നത്, പരാതിപ്പെട്ടിരിക്കുന്നത്, ആ മനുഷ്യനെ തൊട്ട് അവന് റെക്കമെൻഡ് ചെയ്യാൻ ഞാനില്ല റബ്ബേ, ഞാൻ ഒഴിവാകുന്നു. അതേ പൊന്നാര മുത്തുനബി തങ്ങൾ ഒഴിവാകുമ്പോ വമൻ യശ്ഫഉ ലിമൻ ലം യഅരിഫ് ഹുർമത റമളാൻ, വിശുദ്ധ റമളാനിനെ ആദരിക്കാത്തവന് ആരാ ശഫാഅത്ത് ചെയ്യുന്നത്? വിശുദ്ധ റമളാനിനെ ബഹുമാനിക്കാത്തവന് ആരാണ് ശഫാഅത്ത് ചെയ്യുന്നത്? മുത്തുനബി തങ്ങൾ ചോദിക്കുമ്പോ ഫയഖൂലുല്ലാഹു തആല, റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, വ അന ബരീഉൻ മിമ്മൻ അന്ത ബരീഉൻ മിൻഹു. ഓ മുത്തുനബിയെ, തങ്ങൾ ഒഴിവാക്കിയ ഒരാളെ തൊട്ട് ഞാനും ഒഴിവാകുന്ന നബിയെ, തങ്ങളുടെ കാരുണ്യമില്ലാത്ത, തങ്ങളുടെ ശഫാഅത്തില്ലാത്ത, തങ്ങൾ ഒഴിവായി പോകുന്ന, തങ്ങൾ മുഖം തിരിച്ചു കളയുന്ന ഒരുത്തനെ തൊട്ട് ഞാനും ഒഴിവാകുന്ന മുത്തുനബിയെ. ഫയുന്തലഖു ബിഹി ഇലന്നാർ. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയപ്പെടുന്നു. മഹാന്മാര് കിതാബിൽ അതേ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ചിന്ത കൊണ്ട് പോലും വിശുദ്ധ റമളാനിന് എതിരാകുന്ന ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് വന്നു പോയിക്കൂടാ. പൂർണ്ണമായ ബഹുമാനം, പൂർണ്ണമായ ആദരവ് വിശുദ്ധ റമളാനിൽ ഉണ്ടാകണം. അതുകൊണ്ടല്ലേ മെൻസസ് ആയ സ്ത്രീകൾ, അശുദ്ധിയുള്ള സ്ത്രീകൾ, അതുപോലെ രോഗികൾ, ഗർഭിണികൾ നോമ്പെടുക്കണ്ട, പക്ഷേ അവർ നോമ്പുകാരെ പോലെ കഴിയണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അവർ നോമ്പെടുക്കണ്ട, അവർ നോമ്പെടുക്കൽ ഹറാമാണ്. ഒരു മെൻസസ് ആയ പെണ്ണ് പീരീഡ് സമയത്ത് അവൾ നോമ്പെടുക്കൽ എന്താണ്? ഹറാമാണ്, നോമ്പെടുക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് നോമ്പില്ലല്ലോ എന്ന് കരുതി പരസ്യമായി തിന്നും കുടിച്ചും നടക്കാൻ അവൾക്ക് പെർമിഷൻ ഇല്ല. അവൾ നോമ്പുകാരിയെ പോലെ കഴിയണം. നോമ്പുകാരിയെ പോലെ കഴിയണമെന്ന് പറഞ്ഞാൽ ആ ചിട്ടയും മട്ടവും ഒക്കെ അവളിൽ കാണണം. പകൽ തിന്നു കുടിച്ച് മറ്റൊരാൾ കാണുന്ന രീതിയിൽ തിന്നും കുടിച്ചും ഒന്നും നടക്കാൻ പാടില്ല. അവൾക്ക് നോമ്പെടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നോമ്പിനോടുള്ള ആദരവ് കൊണ്ട്, നോമ്പിനോടുള്ള ബഹുമാനം കൊണ്ട് പരസ്യമായി അവൾ തിന്നും കുടിച്ചും നടക്കാൻ പാടില്ല. രോഗിയാണെങ്കിൽ പോലും അവർക്ക് പരസ്യമായി തിന്നാനും കുടിക്കാനും, കാരണം അത് റമളാനിനോടുള്ള അനാദരവായി പോകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ആ രൂപത്തിൽ നമ്മളോട് കൽപ്പിക്കുന്നത്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നന്നായി നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്നായി ആദരിച്ച് ബഹുമാനിച്ച റമളാനിനെ സ്വീകരിച്ച് റമളാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന ഒരു ദുആ നമ്മൾ ചെയ്യാറുണ്ട് വിശുദ്ധ റമളാനിൽ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ വലാ തജഅൽനാ മിമ്മൻ ഖസമഹും ശഹ്റു റമളാൻ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളെ, അല്ലാഹുമ്മ ജഅൽനാ, റബ്ബേ നീ ഞങ്ങളെ ഒന്ന് ചേർത്ത് തരണേ അല്ലാ. മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ, റമളാൻ മാസം പൊരുത്തപ്പെട്ട, റമളാൻ മാസം തൃപ്തിപ്പെടുന്ന ആളുകളിൽ നീ ഞങ്ങളെ ഒന്ന് ചേർക്കണേ അല്ലാ. വലാ തജഅൽനാ മിമ്മൻ ഖസമഹും ശഹ്റു റമളാൻ, വിശുദ്ധ റമളാൻ തർക്കിക്കുന്ന, വിശുദ്ധ റമളാൻ എതിരാകുന്ന, വിശുദ്ധ റമളാൻ നിന്റെ അടുക്കൽ വന്ന് പരാതി പറയുന്ന ആളുകളിൽ നീ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ എന്ന ദുആ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. റബ്ബേ, വിശുദ്ധ റമളാൻ പൊരുത്തപ്പെടുന്ന ആളുകളിൽ നീ ഞങ്ങളെ ഒന്ന് ചേർത്ത് തരണേ അല്ലാ.
ബിഹഖി സയ്യിദിനാ വനബിയിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി